രാഹുൽ, കോഴിക്കോട് മഴയുടെ സ്ഥിതി എന്താണ്? വിവിധയിടങ്ങളിൽ ദുരിതം വിതയ്ക്കുന്നുണ്ട് മഴ. കോഴിക്കോട് ഏതെങ്കിലും തരത്തിൽ മഴ ദുരിതമുണ്ടാക്കിയിട്ടുണ്ടോ? വിവരങ്ങൾ എന്ത്? മോത്തി, കോഴിക്കോട് ജില്ലയിലും അതിതീവ്രമായ മഴ തന്നെയാണ്. പ്രത്യേകിച്ച് രാത്രിക്ക് ഇങ്ങോട്ട് മുതൽ നിർത്താതെ തന്നെ മഴ എല്ലായിടത്തും പെയ്യുന്നുണ്ട്. താഴ്ന്ന മേഖലകളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. അതിൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെയാണ് താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായിട്ടുള്ളത്. ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ തത്സമയം കോഴിക്കോട് കോർട്ട് റോഡിന് സമീപത്ത് നിന്നുള്ളതാണ്. ഇവിടെ ഈ ചെറുവാഹനങ്ങളൊക്കെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് നിലവിൽ വെള്ളത്തിലൂടെ കടന്നു പോകാൻ കഴിയുന്നത്. അപ്പം മാവൂർ റോട്ടിൽ പ്രധാനമായും കോട്ടൂളിയിൽ ഉൾപ്പെടെ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മൊത്തം നമ്മളിപ്പോൾ ഈ കണ്ട മറ്റു ജില്ലകളിലെ അവസ്ഥയെ അപേക്ഷിച്ച് അത്ര കണ്ട് നാശനഷ്ടങ്ങളോ ദുരിതങ്ങളോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വടക്കൻ കേരളത്തിൽ നിന്നുള്ള ഒരു പൊതു സ്ഥിതി എന്ന് പറയുന്നത്. പക്ഷേ മഴ അങ്ങനെ ശക്തമായി തന്നെ തുടരുകയാണ്. കോഴിക്കോട് ജില്ലയിൽ വയനാട് ജില്ലയിൽ 3 മണിക്കൂർ നേരത്തേക്ക് റെഡ് അലേർട്ടാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വയനാട് ജില്ലയിൽ ഇന്നലെ തന്നെ അവധി പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ കൂടി ഇപ്പോൾ രാവിലെ അവധി നൽകിയിരിക്കുകയാണ്. ഏതായാലും വലിയ പ്രയാസം തന്നെയാണ് ഇങ്ങനെ ശക്തമായ പെയ്യുന്ന മഴ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓരോ ഏരിയ തിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ താമരശ്ശേരി മേഖലയിൽ പുതുപ്പാടിയിൽ അവിടെ ഒരു വീടിൻ്റെ സംരക്ഷണ ഭിത്തി തകർന്നു വീണിട്ടുണ്ട്. വീടിൻ്റെ ഭിത്തിയിലേക്കാണ് ഈ ഭിത്തി വീഴുകയും ചെയ്തിട്ടുള്ളത്. ആളുകൾക്കൊന്നും പരിക്കില്ല എന്നുള്ളത് കൊണ്ട് ഏറ്റവും ആശ്വാസകരമായ കാര്യം തന്നെയാണ്. ഒപ്പം ഈ താമരശ്ശേരി ഭാഗത്ത് തന്നെ ഈങ്ങാപ്പുഴയ്ക്ക് സമീപം പയോണ അങ്ങാടിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. അവിടെ ഗതാഗത തടസ്സം രൂപപ്പെട്ടിട്ടുണ്ട്. അതൊരു ഗ്രാമീണ മേഖലയാണ്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു പാതയായി പറയാൻ കഴിയുന്ന സ്ഥലമല്ല, പക്ഷേ ആ മേഖലയിലെ ഗ്രാമീണ പാതയാണ്. ഏതായാലും പുതുപ്പാടി നെരൂക്കും ചാലിലാണ് വീടിൻ്റെ ചുറ്റുമതിൽ തകർന്നു വീഴുകയും ചെയ്തിട്ടുള്ളത്. അവിടെ അബൂബക്കർ എന്നയാളുടെ വീടിൻ്റെ ചുറ്റുമതിലാണ് തകർന്ന് വീടിൻ്റെ ഭിത്തിയിലേക്ക് വീണിട്ടുള്ളത്. എന്തായാലും ശക്തമായ മഴയാണ് ഇടവേളകളില്ലാതെ ജില്ലയിൽ ഉടനീളം തന്നെ പെയ്തുകൊണ്ടേയിരിക്കുന്നത്. മലയോര നഗര തീരദേശ മേഖലയിൽ മഴയാണ്. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളോ ആളപായങ്ങളോ അപകടമോ ഒന്നുമില്ല എന്നുള്ളതാണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് ഏറ്റവും ആശ്വാസകരമായി പറയാൻ കഴിയുന്ന കാര്യം. ശരി, രാഹുൽ കെവിയാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്.